സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ നാം കത്തോലിക്ക വിശ്വാസികൾ അഭിമാനത്തോടുകൂടെ പറയാൻ പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുള്ള വലിയ പാരമ്പര്യമുള്ള സഭയാണ്. ഭാരതസഭയിൽ ക്രിസ്തു ശിഷ്യരായ 2 പേര് വിശുദ്ധ തോമസ് ലീഹയുടെയും വിശുദ്ധ ബർത്തലോമിയോയുടെയും സാന്നിധ്യമുള്ള അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇടമായിരുന്നുവെന്ന് പാരമ്പര്യമേറെ അഭിമാനത്തോടുകൂടെ നാം കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാരതസഭ എവിടെയും ശിരസുയർത്തി പറയാൻ പോകുന്ന രീതിയിൽ അഭിമാനിക്കാൻ പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സഭയാണ്. ആദിമ 1-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കേരളക്കര, ഈ കേരള സമൂഹം. അന്ന് തൊട്ടിങ്ങോട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ച, പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് നയിക്കുകയും അതുകൊണ്ട് തന്നെ സഭയെയും സമൂഹത്തെയും നവീകരിച്ച ഒത്തിരിയേറെ പുണ്യാത്മാക്കളെ ഈ സഭയ്ക്ക് സംഭാവന നൽകാനായിട്ട് കഴിഞ്ഞു. അത് സഭയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ മുഴുവനും വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി മനുഷ്യരെ സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് കേരള കത്തോലിക്ക സഭ. അത് അഭിമാനത്തോടുകൂടെ നമുക്ക് എല്ലായിടത്തും പറയാം, എവിടെയും നമുക്ക് അഭിമാനത്തോട് പറയാം. നമ്മൾ ഇന്ന് പലപ്പോഴും നവോത്ഥാന നായകരെന്ന് പലരെയും പറയുമ്പോൾ ഈ നവോത്ഥാന നായകരെന്ന് പറയുന്ന എല്ലാവർക്കും നവോത്ഥാനത്തിൻ്റെ വെളിച്ചവും നവോത്ഥാനത്തിൻ്റെ പ്രചോദനവും കൊടുത്തത് പരിശുദ്ധാത്മാവ് നയിച്ച സഭയിലെ നേതൃത്വങ്ങൾ തന്നെയാണെന്ന് ലോകത്തോട് അഭിമാനത്തോടുകൂടെ നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. കേരളക്കരയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും, അത് ഏത് മതവിഭാഗമാകട്ടെ, ഏത് സമൂഹമാകട്ടെ, അവിടെ ആരെങ്കിലുമൊക്കെ ഒരു സമൂഹത്തെ മുഴുവനും കൺമുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രേക്ഷിത വര്യരുണ്ട് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ആ ഒരു നന്മ കേരളക്കരയിൽ അഭിമാനത്തോടെ കൊണ്ട് നടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഇത്രയേറെ സുദീർഘമായ പാരമ്പര്യമുള്ള ഭാരതസഭ അല്ലെങ്കിൽ കേരള സഭ, ഈ സുദീർഘമായ പാരമ്പര്യത്തോട് കഴിഞ്ഞ 50 വർഷത്തെ തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഈ സുദീർഘമായ പാരമ്പര്യത്തെക്കാൾ ഈ 50 വർഷത്തിന് വലിയ തിളക്കമുണ്ടെന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം. ഈ ദീർഘമായ പാരമ്പര്യത്തിൽ നിന്നും അപ്പുറത്തേക്ക് 1976 മുതൽ ഇവിടെ നവീകരണത്തിന്റെ ആദ്യ തിരി തെളിച്ച സമയം മുതൽ ഇന്ന് വരെ ഉണ്ടായ മാറ്റമെന്ന് പറയുന്നത് സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. നമുക്ക് ലോകത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും കേരളക്കരയിലുള്ളത്രയും ധ്യാന കേന്ദ്രങ്ങൾ ലോകത്തൊരിടത്തുമില്ല. ഈ ലോകം മുഴുവനും ധ്യാന ഗുരുക്കന്മാരുണ്ട്. എന്നാൽ ഈ കേരളക്കര സംഭാവന ചെയ്തത്രയുമുള്ള ധ്യാന ഗുരുക്കന്മാര് ലോകത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല. ലോകം മുഴുവനും ധ്യാന ഗുരുക്കന്മാര് നമ്മുടെ ഈ കൊച്ചു മണ്ണിൽ നിന്ന്, നമ്മുടെ ഈ വിശ്വാസ പാരമ്പര്യം നെഞ്ചിൽ പേറിയ മനുഷ്യര് എത്തിപ്പെടാത്ത ഒരിടവും ലോകത്തിലില്ല എന്നുള്ളത് ഈ കൊച്ചു സദസ്സിനെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ 50 വർഷത്തിന്റെ നന്മയുടെ ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്. അത്രയേറെ അഭിമാനത്തോടുകൂടെ നമുക്കിവിടെ ആയിരിക്കാൻ കഴിയണം. അത്രയേറെ സന്തോഷത്തോടുകൂടെ ഈ 50 വർഷത്തെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് പിടിക്കാനായിട്ട് കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ദിശാബോധം നമുക്ക് നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ ദിശാബോധം നമുക്ക് പ്രദാനം ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥം സാധാരണക്കാരന്റെ പ്രാർത്ഥനയുടെ വിഷയമായി തീർന്നത്, സാധാരണക്കാരൻ വചനം പറയാൻ തുടങ്ങിയത്, സാധാരണക്കാരന്റെ ജീവിതത്തിൽ വചനം എന്ന് പറയുന്നത് അവന്റെ എല്ലാമായി മാറിയതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു മുന്നേറ്റമേ ഉള്ളൂ. അത് ഈ നവീകരണ മുന്നേറ്റമാണ്. ആ ഒരൊറ്റ മുന്നേറ്റം കൊണ്ട് മാത്രമാണ് കേരളക്കര വചനത്തെ ഇത്രയേറെ നെഞ്ചിലേറിയത്. അതുകൊണ്ട് 50 വർഷം അഭിമാനത്തോടുകൂടി പറയുമ്പോൾ 50 വർഷം കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചത്, ആദിമസഭ അനുഭവിച്ചത്,
ആദിമസഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടപ്പോൾ അവർ അനുഭവിച്ച അതേ നന്മയെ ഒരിക്കൽ കൂടി കേരളക്കര അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ, അതിൻ്റെ എല്ലാ നന്മയോടും കൂടെ കൈയേറ്റുവാങ്ങുകയും സ്വീകരിക്കുകയും ജീവിക്കുകയും ചെയ്തത് നവീകരണ മുന്നേറ്റത്തിലൂടെയാണെന്നുള്ളത് ഏറെ അഭിമാനത്തോടും ഏറെ സന്തോഷത്തോടും കൂടി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയാം. അതുകൊണ്ട് 50 വർഷം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യരുടെ പ്രവൃത്തിയല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഒരു മനുഷ്യനും ചിന്തിച്ചാലും ഒരു മനുഷ്യനും തീരുമാനമെടുത്താലും ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ നവീകരണത്തിലൂടെ സംഭവിച്ചത്. ഇന്ന് കാണുന്ന നമ്മളിവിടെ ആയിരിക്കുന്ന ഈ ധ്യാന കേന്ദ്രം ഒന്ന് ചിന്തിച്ചു നോക്കുക. എവിടെ ആർക്ക് ചിന്തിക്കാൻ കഴിയും ഇതുപോലൊരിടം? 10,000 ഒരുമിച്ച് ധ്യാനിച്ച കേരളത്തിൽ ഒരു സ്ഥലം, അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഇതുപോലൊരു സ്ഥലം ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ നന്മയാണ് സംഭവിച്ചത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വെറുതെ ഒന്ന് കാതോർത്താൽ ഒത്തിരി മനുഷ്യരുടെ കണ്ണുനീര് ഇവിടെ വീണുകിടപ്പുണ്ട്. ഒത്തിരി മനുഷ്യരെ കരഞ്ഞു പ്രാർത്ഥിച്ച സ്ഥലമായത്, ഒത്തിരി മനുഷ്യരെ തങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിയെടുത്ത മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊരു പുണ്യഭൂമിയാ, ഇതൊരു പുണ്യഭൂമിയാ. വചനം കൊണ്ട് നിറഞ്ഞ സ്ഥലമായത്, വചനം കൊണ്ട് നിറഞ്ഞ സ്ഥലമായത്. ഇവിടെ വചനത്തിന്റെ കുത്തൊഴുക്കില്ലാത്ത സമയമില്ല, വചനത്തിന്റെ പ്രവാഹമില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ലാത്ത ഒരു മണ്ണിലാണ് നാം നിൽക്കുന്നത്. അങ്ങനെ ഒരു മണ്ണ് രൂപപ്പെട്ടതിന് ഈ 1976 തെളിച്ച ആദ്യ തിരിയാണ് ഈ ഒരു മണ്ണിനെ പോലും രൂപീകരിക്കുന്നതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഏറെ അഭിമാനമുള്ള മനുഷ്യരായിരിക്കട്ടെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഏറെ ഭാഗ്യമുള്ള മനുഷ്യരായിരിക്കട്ടെ. കേരളക്കരയെ ജ്വലിപ്പിച്ച, കേരളക്കരയെ 50 വർഷം കാത്തു സൂക്ഷിച്ച ഒരു തീക്കാറ്റിൻ്റെ ഒപ്പം നടക്കാനായി കർത്താവ് നമ്മെ വിളിച്ചതിന് കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ തീക്കാറ്റിനോട് ചേർന്ന് ചൂട് പിടിക്കുന്ന മനുഷ്യരായി നമ്മളെ കർത്താവ് മാറ്റിയെടുത്തതിന് കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അത് ദൈവീക കൃപയോട് ചേർന്നല്ലാതെ സ്വീകരിക്കാൻ നമുക്ക് ദൈവീക കൃപയോട് സഹകരിച്ചല്ലാതെ ഒന്നിനെയും കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഞാനിത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ പാരമ്പര്യത്തിൻ്റെ കണക്കൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നവീകരണത്തിൻ്റെ അലയടികൾ, ഇവിടെ ഉണ്ടാകുന്ന ഓരോ സ്തുതിപ്പും 10,000ങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. ഇവിടെ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും 10,000 ഹൃദയങ്ങളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ ഈ 50 വർഷത്തിൻ്റെ ആഘോഷം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ നന്മയായി രൂപാന്തരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളതാണ്, ഞാൻ സ്വാഗതം ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ആകെ സ്വാഗതം ചെയ്യാനുള്ളത് ഒരാളെ മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ഈ നവീകരണം നയിച്ച പരിശുദ്ധാത്മാവിനെയാണ് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. പരിശുദ്ധാത്മാവെ നയിക്കണമേ, പരിശുദ്ധാത്മാവെ പരിപാലിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് പുതുവെളിച്ചമായും മാറണമേ. എല്ലാവരും ഹൃദയത്തിൽ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും മറ്റാരുമില്ലെങ്കിലും ആത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ അതുമതി ജീവിതം സംതൃപ്തമാകാൻ, അതുമതി ജീവിതം മുന്നോട്ട് നയിക്കാൻ. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ നിറവ് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം പറയുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സദസ്സ് സമ്പുഷ്ടമാണ്, ഈ സദസ്സ് വളരെയേറെ സമ്പന്നമാണ്. താരമംഗലം പിതാവ് നമ്മോടുകൂടെ ഉണ്ട്. തട്ടിൽ പിതാവ് ഉടനെ തന്നെ എത്തിച്ചേരും. പിതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ സമ്പന്നമായി തീരും. വിശിഷ്ടരായ വികാരി ജനറൽമാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം, ഈ വൈദികരുടെ സാന്നിധ്യം, ഈ സമർപ്പണ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് താരമംഗലം പിതാവിനെയും ഇനി എത്തിച്ചേരാനുള്ള എല്ലാ മെത്രാന്മാരെയും ഇന്നിവിടെ നമ്മോടുകൂടി ആയിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒന്ന് കരഘോഷം മുടക്കി ഒന്ന് സ്വാഗതം ചെയ്യാം. നമ്മളിവിടെ ആയിരിക്കുന്നത് ഡിവൈനിലാണെങ്കിലും ഇപ്പോൾ ഇനി തൊട്ടിത് നമ്മുടെ വീടാണ്, സ്വന്തം വീടാണ്. കാരണം നമ്മളാണ് ഈ നവീകരണത്തിൻ്റെ നന്മ തീരുമാനിക്കുന്ന മനുഷ്യർ. നമ്മളാണ് നവീകരണത്തെ ജ്വലിപ്പിച്ച് കൊണ്ടു നടക്കേണ്ടവർ. അതുകൊണ്ട് തന്നെ
പ്രത്യേകിച്ച് പേരെടുത്ത് KCSE അംഗങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ ഗായക സംഘമുണ്ട്, ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്, ഒത്തിരി മനുഷ്യർ ഉണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ടും ആരെയും കൂടുതൽ നേരം ഇവിടെ നിന്ന് പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ടും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇതിനോട് ചേർന്ന് ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ ചെയ്യുന്ന സകലരെയും, ഈ മീഡിയ പേഴ്സൺ ഉൾപ്പെടെ സകലരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, സ്വാഗതം. ഈശോയിൽ സ്നേഹമുള്ള ആദരണീയരായ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഊഷ്മളമായ വാക്കുകളിലൂടെ എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ദിവസങ്ങളിലെ ആഘോഷങ്ങളെക്കുറിച്ച് അല്പനേരം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ നമ്മളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സ്വാഗത വാക്കുകൾക്കപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്ത ഒരു ടീമിനെ മുഴുവനെ സജ്ജമാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളാണ്. അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നത് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള അധികാരികളുടെ നല്ല മനസ്സാണ്. അവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുകയും ഇവിടെ വന്ന ഈ പ്രാർത്ഥനകൾ, ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നതിലൂടെ സമൃദ്ധമായ കൃപകളുമായി ദൈവാനുഗ്രഹങ്ങളുമായി പോകുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇടവരട്ടെ എന്നും കൂടി ഞാൻ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ഈ വിഷയങ്ങൾ ഒന്ന് അവതരിപ്പിക്കണം എന്നാണ് ഈ നിമിഷം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പല വിധത്തിൽ നമ്മൾക്ക് പഠിക്കുവാനുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടും. എങ്കിലും ഈ 2-3 ദിവസത്തേക്ക് നമ്മുടെ മനസ്സുകളെ മുഴുവനെയും ജ്വലിപ്പിക്കുന്ന രീതിയിൽ സൂക്ഷിക്കുവാനായി ഒരു വിഷയം, നല്ല വിഷയമാണ്, ഈശോയുടെ വചനമാണ് അവരെടുത്തിരിക്കുന്നത്. നമ്മുടെ ടീം അംഗങ്ങൾ, നമ്മുടെ നേതൃത്വം നമുക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോയുടെ വചനമാണത്. ഏതാണ് ആ വചനം? ലൂക്കാ 18 അധ്യായത്തിൽ നിന്ന് എടുത്ത വചനമാണെന്ന് നമുക്കറിയാം. ആ തീ എങ്ങനെയാണ് കത്തിപ്പടരേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനുള്ള ഒരു ദിനം. പക്ഷേ ഈ തീ എന്നൊരു വാക്ക് കേട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉൾപ്പൊരുളിലേക്ക് കടക്കുമ്പോൾ ഈശോ എന്ന മഹാരഹസ്യം പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നതിലൂടെ ഈ പ്രപഞ്ചത്തിന്, മനുഷ്യകുലത്തിന്, ഈ ഭൗമ പീഡികയ്ക്ക് വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹ സമുച്ചയങ്ങളെയും ഒന്നാകെ അവതരിപ്പിക്കുന്ന ഒരു പദമായി നമുക്ക് വേണമെങ്കിൽ ഈ തീ എന്ന പദത്തെ കാണാൻ കഴിയും. ഈശോയുടെ കടന്നുവരവിലൂടെ ലോകത്തിന് അത് എവിടം വരെ പോകാമോ അവിടെ വരെ. ഞാൻ ഒരിക്കലൊരു ചർച്ചയിൽ പങ്കെടുത്തത് ഓർക്കുകയാണ്. ചർച്ചയുടെ വിഷയം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. അതിൽ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആൾ ചോദിച്ചു, പരിശുദ്ധാത്മാവ് എന്താണ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് എവിടം വരെയാണ് പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. വിശദീകരണങ്ങൾ അദ്ദേഹത്തിന് പലരായിട്ട് കൊടുത്തു. അതിനുശേഷം എനിക്കിന്ന് ചെറുതായി ഉത്തരം പറയേണ്ടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവ് എന്താണ് പ്രവർത്തിക്കുന്നത്? എവിടം വരെയാണ് പ്രവർത്തിക്കുന്നത്? മനുഷ്യ ജീവിതത്തിൻ്റെ വിസ്തൃതി എന്തുമാത്രമുണ്ടോ, മനുഷ്യന് അവൻ്റെ കർമ്മമണ്ഡലം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചെന്ന് നമ്മെ സഹായിക്കാനായി ദൈവം തന്നെ നൽകിയിരിക്കുന്ന നിത്യ സമ്മാനമാണ്, നിത്യസഹായകനാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ മനുഷ്യകുലം ഈ ഭൂതലത്തിൽ എപ്പോഴെല്ലാം നിലനിൽക്കുന്നുവോ അപ്പോഴെല്ലാം
മനുഷ്യകുലത്തെ സഹായിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്മാനമാണ് ഈ പരിശുദ്ധാത്മാവ്. അതിനാലാണ് അവിടുത്തെ സഹായകൻ, പാറക്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സഹായകൻ കടന്നു വരാനായി നമ്മൾ അനുവദിച്ചപ്പോൾ എന്ന് പറയേണ്ടതില്ല, ദൈവം ഒരു പ്രത്യേക സമയത്ത് സമയം സമാഗതമായി എന്ന രീതിയിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് ഇടപെട്ടപ്പോൾ ഈ നമ്മുടെ കേരള മണ്ണിലും നവീകരണത്തിൻ്റെ അലയടികൾ ഉണരുകയുണ്ടായി. അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ നാൾവഴികൾ നോക്കിക്കൊണ്ട് ദൈവസ്തുതികൾ ഉയർത്തുവാൻ, ദൈവത്തിന് നന്ദി പറയുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കുന്നതിലൂടെ ഭൂമുഖം പുതുതാകുന്നു എന്ന് പറയുന്നത് പോലെ, നമ്മുടെ ജീവിതങ്ങൾ പുതുതാകുന്നു എന്ന് പറയുന്നത് പോലെ, എന്നും നവീകരിക്കുന്ന, എന്നും നവീകരണത്തിൻ്റെ അലയടിയായി, ശക്തിയായി, താങ്ങായി, തണലായി കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും ചിന്തകൾ നമ്മുടെ ആദ്യ ധ്യാന അനുഭവത്തിലേക്ക്, പ്രാർത്ഥന അനുഭവത്തിലേക്ക്, കൗൺസിലിംഗ് അനുഭവത്തിലേക്ക്, രോഗശാന്തിയുടെ അനുഭവത്തിലേക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചു പോകും. പരിശുദ്ധാത്മാവ് എന്നും സജീവമായി ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുകയായിരുന്നു, ഒരു സാധാരണ വികാരി അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സാധാരണ അജപാലന കർമ്മങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കവേ ദേവാലയത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാമല്ലോ, ട്രസ്റ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ കൈക്കാരന്മാരിൽ ഒരാൾ രോഗിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാനായി ആസ്പത്രിയിലെത്തുകയാണ്. അദ്ദേഹത്തെ സന്ദർശിച്ചു. അതിനുശേഷം മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ആ ഇടവക്കാരനായ വേറൊരു ചേട്ടനെ ആസ്പത്രി മുറ്റത്ത് കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കാരണം കുറേ കിലോമീറ്റർ അകലെയാണ് ആ ചേട്ടൻ്റെയും വീട്, അദ്ദേഹത്തിൻ്റെ ഇടവക. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മകൻ ഇവിടെ ആശുപത്രിയിൽ കിടപ്പുണ്ട്. അല്ല, അവന് സ്കൂളിൽ പോകുന്ന പയ്യനല്ലേ, അവനെന്തിനാ എന്നെ പറ്റി എന്ന് ചോദിച്ചു. വികാരി അച്ഛൻ, ഓർക്കണം, നവീകരണത്തിൻ്റെ അലയടികളൊന്നും തുടങ്ങാത്ത കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന ആശയത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ അച്ഛൻ അവനോട് പറഞ്ഞു, മകൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വികാരി അച്ഛൻ ഈ പയ്യൻ്റെ അരികിൽ വരികയാണ്. സ്കൂൾ ബോയ് ആണല്ലോ. കൊച്ചിനോട് ചോദിക്കുകയാണ്, മോനെ നീ എന്താണ് ഇവിടെ കിടക്കുന്നത്, നിനക്ക് സ്കൂളിൽ പോകണ്ടേ? കൊച്ചിന് അസുഖമായതുകൊണ്ടാണല്ലോ കിടക്കുന്നത്. ഒരു പുഞ്ചിരിയോടുകൂടി വികാരി അച്ഛനോട് മറുപടി പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വികാരി അച്ഛൻ ആ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ചു, നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് പോയി. അതിനുശേഷം ഈ കുഞ്ഞ് പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ 70 വയസ്സ് വരെ ആകുന്ന കാലഘട്ടത്തിൽ ആസ്പത്രിയിൽ കിടന്നിട്ടേയില്ല. നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ സജീവ സാന്നിധ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിഷിക്തരിലൂടെയും തമ്പുരാനോട് ചേർന്നിരിക്കുന്നവരിലൂടെയും, അത് മാതാപിതാക്കളാവാം, യുവജനങ്ങളാവാം, എല്ലാവരിലൂടെയും ഇതേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിത് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇതാണ്, നവീകരണം വന്നപ്പോൾ നമ്മിലെ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാനുള്ള മഹാഭാഗ്യം കിട്ടി. സാധാരണ ദൈവജനം നമ്മൾ വിളിക്കുന്ന അൽമായരുടെ ഇടയിലും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ വിവേചിച്ചറിയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് വന്നതോടുകൂടി ദൈവജനം ഉണർന്നു. അങ്ങനെയാണ് കേരളത്തിലെ നവീകരണം ഇത്ര ശക്തമായിട്ട് മുന്നേറിയത്. വൈദിക നിരയിലും ഉണർത്തുപാട്ടായി തീർന്നു, സമർപ്പിതരുടെ ഇടയിലും ഉണർത്തുപാട്ടായി മാറി, യുവജനങ്ങളുടെ ഇടയിലും മാറി, കുഞ്ഞുങ്ങളുടെ ഇടയിലും മാറി. പുത്തൻ അനുഭവത്തിലൂടെ സമർപ്പണ ജീവിതത്തിലേക്ക് വന്നവരുണ്ട്, പ്രേക്ഷിതരായവരുണ്ട്. അങ്ങനെ എത്രയെത്ര പേര് ഇന്ന് കർമ്മരംഗത്ത് നിൽക്കുന്നു.
എന്നിരുന്നാലും നവീകരണം ഇനിയും ആഴങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു. ഇതിലേക്കാണ് നമ്മൾ ഈ സമയം ചിന്തിക്കേണ്ടി വരിക. എന്തൊക്കെയാണ് ഇത്രയും നാളും അനുഭവിച്ചത്? ഇത്രയും കൊണ്ട് മതിയോ? ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടോ? എവിടം വരെ പോകണം എന്നിങ്ങനെ ചിന്തിക്കുവാനുണ്ട്. നമുക്കൊന്ന് ഈ വഴിയിലൂടെ ചിന്തിച്ചാലോ? ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. ഈശോയുടെ വചനമാണത്, അല്ലേ? അതിനുവേണ്ടി എന്താണ് ഈശോ ചെയ്തത്? ഈശോ തന്നെ തന്നെ നമുക്ക് പങ്കുവെച്ച് തന്നു. നമ്മുടെ ദൈവം അതുകൊണ്ട് എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ദൈവം തന്നെ തന്നെ നമുക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് ബൈബിള് സൂക്ഷിച്ച് അങ്ങോളം ഇങ്ങോളം ദൈവവചനത്തിൻ്റെ വഴിത്താരയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സവിശേഷതയായിട്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ഉൾക്കാഴ്ച, അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് സെൽഫ് ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവം സ്വയം ദാനത്തിൻ്റെ ദൈവമാണ്. നാം തന്നെ തന്നെ നമുക്കിങ്ങനെ തരുന്നവനാണ്. തന്നെ തന്നെ നൽകി നമ്മെ തന്നോട് ചേർത്ത് പിടിക്കാനായി ശ്രമിക്കുന്ന ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. തന്നെ തന്നെ നൽകി തന്നോട് ചേർത്ത് പിടിക്കുന്ന നല്ല ദൈവം. പ്രിയമുള്ളവരെ, ഇത് വലിയ പ്രത്യാശയുടെ കവാടങ്ങൾ തുറന്നു തരുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. നമ്മുടെ ദൈവം ആരാണ്? നിനക്ക് എന്താവശ്യമുണ്ടോ അതായി ഞാൻ ആയിരിക്കും. നിനക്ക് എന്തു വേണമോ അതായി ഞാനുണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോൾ പരക്കം പായുകയാണ് അല്പം സ്നേഹത്തിന് വേണ്ടി, എങ്കിൽ സ്നേഹമായി ഞാനുണ്ടായിരിക്കും. ദൗർബല്യങ്ങൾ കൊണ്ട്, ബലഹീനതകൾ കൊണ്ട് ശിഥിലമായ വ്യക്തിത്വമാണ് ഞാൻ എങ്കിൽ തമ്പുരാനെ വിമോചനം വേണേ, രക്ഷ വേണേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം പറയാണ്, ഞാൻ നിനക്ക് രക്ഷകനായിരിക്കും. കുറ്റബോധത്തിന്റെ ബന്ധനത്തിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പാപവിമോചകനായിരിക്കും. പ്രത്യാശ നഷ്ടപ്പെട്ട് നൈരാശ്യത്തിലാണ് ഞാൻ കഴിയുന്നതെങ്കിൽ ഞാൻ നിനക്ക് നിത്യപ്രത്യാശയായി നിന്റെ കൂടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കടന്നു വന്നുകൊണ്ട് സഹായകനായി പ്രവർത്തിക്കുന്ന ഈ ആത്മാവിനെ നെഞ്ചോട് ചേർത്ത് എന്നും പിടിച്ചുകൊണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സഞ്ചാരമാർഗം, സഞ്ചാരപഥം തീർക്കാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നവീകരണ ജീവിതം. ഈ നവീകരണം വളരാത്ത മേഖലകളിലേക്ക് വളരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒന്നിച്ച് ചേരുകയാണ്. കിട്ടിയ അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വസ്തനായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഈ വിശ്വസ്തനായ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അടുത്ത അരനൂറ്റാണ്ട് മുഴുവനെയും ചലിപ്പിക്കാനായി, കർമ്മകാണ്ഡങ്ങൾ താണ്ടാനായി, രംഗപ്രവേശം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങാൻ, അങ്ങനെ നമുക്ക് പ്രത്യാശയുടെ ശബ്ദമായി, ദൈവത്തിൻ്റെ സ്വരമായി മാറാനായി നമ്മെ ക്ഷണിക്കുന്ന പുണ്യമുഹൂർത്തമാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷം. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സംസ്കാരം, ഇപ്പോഴത്തെ സാധാരണ ചിന്ത, ആ ചിന്ത ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയുമോ? എങ്ങനെയെങ്കിലും ക്രൈസ്തവ മൂല്യങ്ങൾ തച്ചുടയ്ക്കണം, മുഴുവനും അടർത്തി മാറ്റണം. ഇറ്റ് മസ്റ്റ് ബി റേസ്ഡ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? തമസിൻ്റെ ശക്തിയുടെ അതീവ സ്വാധീനത്താൽ ചിന്താരംഗങ്ങളിലുള്ളവര്, പണ്ഡിതന്മാര് പലരും ഈശ്വര ചിന്ത, നിത്യസത്യത്തെക്കുറിച്ചുള്ള പ്രബോധനം, ഇവയെല്ലാം തള്ളിക്കളയാനായിട്ട് വ്യഗ്രത കൊണ്ട് നടക്കുമ്പോൾ ആർക്കാണ് ഇത്തരക്കാരെ മാറ്റാൻ കഴിയുക? തച്ചുടയ്ക്കാൻ, തകർക്കാൻ, വീണ്ടും പുനർനിർമ്മിക്കാൻ കെൽപ്പുള്ള ദൈവിക ശക്തിക്ക് മാത്രമേ ഈ അന്ധകാര ശക്തിയെ തകർക്കാനാവുകയുള്ളൂ. പരിശുദ്ധാത്മാവ് സജീവനാകേണ്ടതുണ്ട്. നാമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അതിനാൽ
തീയുള്ളവരായി ജ്വലിക്കുന്ന നാവുകളുമായി കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങാൻ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉയർത്തുവാനുള്ളത്. നമുക്കൊന്ന് കൈകൾ ഉയർത്തി പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.